ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം ശ്രീമദ് മഹാഭാഗവതം അഷ്ടമസ്കന്ധം ഏകാദശോ അധ്യായ. 11-ാമത്തെ അധ്യായത്തിൽ ദേവാസുര യുദ്ധത്തിന്റെ പരിസമാപ്തിയാണ്. ദേവന്മാർ അസുരന്മാരെ നിശേഷം കൊന്നൊടുക്കും എന്ന സ്ഥിതിയിലായപ്പോൾ നാരദ മഹർഷി വന്ന് ദേവന്മാരെ തടഞ്ഞ് യുദ്ധം അവസാനിപ്പിക്കുകയും അതുപോലെ തന്നെ യുദ്ധത്തിൽ മരിച്ചുപോയ അസുരന്മാരെ ശുക്രാചാര്യർ പുനർജീവിപ്പിക്കുന്നതുമാണ്. 1-ാമത്തെ ശ്ലോകം. ശ്രീ ശുക ഉവാച. അധോസുരാഹ പ്രത്യുപലബ്ധചേതസഃ പരസ്യ പുംസഃ പരയാനുകമ്പയാ ജഘ്നുർഭൃശം ശക്രസമീരണാദയഃ താൻ താൻ രണേ യൈഹി അഭിസംഹതാഃ പുരാ. പിന്നീട് പരസ്യ പുംസഃ, ഭഗവാന്റെ പരയാ അത്യുദാരമായ അനുകമ്പയാ കാരുണ്യത്താൽ പ്രത്യുപലബ്ധ ചേതസഃ വീണ്ടുകിട്ടിയ ഉൾക്കരുത്തോടുകൂടിയവരായി ഭവിച്ച ശക്ര സമീരണാദയഃ ഇന്ദ്രൻ, വായു തുടങ്ങിയ സുരാഹ ദേവന്മാർ രണേ ഈ യുദ്ധത്തിൽ പുര ആദ്യം യൈഹി ആരോടൊക്കെ ആയിരുന്നോ അഭിസംഹതാഹ നേരിട്ട് ഏറ്റുമുട്ടിയിരുന്നത് താൻ താൻ അവരെയൊക്കെ ഭൃശം ജഘ്നുഹു രൂക്ഷമായി പ്രഹരിച്ചു തുടങ്ങി. അമൃത് സേവിച്ചതിനാലും ഭഗവാന്റെ സഹായം എപ്പോഴും ഉണ്ടാകും എന്നതിനാലും കിട്ടിയ ഉൾക്കരുത്തിനാൽ കൂടുതൽ ശക്തി പ്രാപിച്ച ദേവന്മാർ അസുരന്മാരെ കൊന്നൊടുക്കുക എന്ന ആ ഒരു അവസ്ഥയിലെത്തി. 2-ാമത്തെ ശ്ലോകം. വൈരോചനായ സംരബ്ധോ ഭഗവാൻ പാകശാസനഃ ഉദയച്ഛത് യഥാ വജ്രം പ്രജാഹ ഇതി ചുക്രുഷുഹു. ഭഗവാൻ പാകശാസനഃ പരമൈശ്വര്യശാലിയായ ദേവേന്ദ്രൻ വൈരോചനായ മഹാബലിയുടെ നേർക്ക് സംരബ്ധ അതികുപിതനായിട്ട് യഥാ വജ്രം ഉദയച്ഛത് വജ്രായുധത്തെ പ്രയോഗിക്കുവാൻ ഓങ്ങി നിന്നുവോ അപ്പോൾ അത് കണ്ട പ്രജാഹ ജനങ്ങൾ ഹാ ഹാ അയ്യോ അയ്യോ എന്ന് ചുക്രുഷുഹു നിലവിളി കൂട്ടി. 3-ാമത്തെ ശ്ലോകം. വജ്രപാണിഹി തം ആഹ ഇദം തിരസ്കൃത്യ പുരസ്ഥിതം മനസ്വിനം സുസമ്പന്നം വിചരന്തം മഹാമൃധേ. മനസ്വിനം ദൃഢചിത്തനായി, സുസമ്പന്നം ആയുധങ്ങൾ കൊണ്ട് സുസജ്ജിതനായി, മഹാമൃധേ ആ മഹായുദ്ധത്തിൽ വിചരന്തം വിലസുന്നവനുമായി, പുരസ്ഥിതം തന്റെ മുൻപിൽ നിൽക്കുന്ന തം ആ ബലിയെ തിരസ്കൃത്യ അവഹേളിച്ച്, വജ്രപാണിഹി കയ്യിൽ വജ്രായുധം എടുത്തു നിൽക്കുന്ന ഇന്ദ്രൻ ഇതം ആഹ ഇങ്ങനെ പറഞ്ഞു. ഇന്ദ്രൻ മഹാബലിയോട് എന്താണ് പറഞ്ഞത്? 4-ാമത്തെ ശ്ലോകം. നടവത് മൂഢ മായാഭിഹി മായേശാന്നോ ജിഗീഷസി ജിത്വാ ബാലാൻ നിബദ്ധ അക്ഷാൻ നടോ ഹരതി തദ്ധനം. ഏ മൂഢ, നടവത് ഒരു ചെപ്പടിക്കളിക്കാരനെ പോലെ, ഇന്ദ്രജാലക്കാരനെ പോലെ, മായാഭിഹി കൺകെട്ട് വിദ്യകളാൽ, മായേശാൻ എല്ലാ മായാജാലങ്ങളെയും നിയന്ത്രിക്കുന്ന നഹ നമ്മെ, ജിഗീഷസി ജയിക്കുവാൻ ഭാവിക്കുകയാണോ? നടഹ ഇങ്ങനെ കളിക്കുന്ന ചെപ്പടിക്കളിക്കാരൻ, നിബദ്ധാക്ഷാൻ കൺകെട്ട് വിദ്യയ്ക്ക് വിധേയരായ ബാലാൻ ബാലിഷജനങ്ങളെ ജിത്വ തോൽപ്പിച്ച്, തദ്ധനം ഹരതി അവരുടെ ധനം പറ്റിക്കാറുണ്ടല്ലോ. കൺകെട്ട് വിദ്യ എന്ന് പറയുന്നത് തന്നെ ആ പേര് പോലെ തന്നെ മറ്റുള്ളവരെ വിഡ്ഢികളാക്കിക്കൊണ്ടാണ്, ഈ കൈയടക്കം കൊണ്ട് ഇവർ നമ്മെ പലതും കാട്ടി ഭ്രമിപ്പിക്കുന്നത്. ഇതുപോലെ നീയും ഞങ്ങളെ മായകൾ കാട്ടി ഭ്രമിപ്പിച്ചുവല്ലോ, നീ ഒരു മഠയനാണ് എന്ന് ഇപ്പോൾ മഹാബലിയോട് പറയുന്നു. 5-ാമത്തെ ശ്ലോകം.
ആരുരുക്ഷന്തി മായാഭിഹി ഉത്സിസൃപ്സന്തി യേ ദിവം താൻ ദസ്യൂൻ വിധുനോമി അജ്ഞാൻ പൂർവസ്മാത് ച പദാത് അധഃ. യേ ആരാണോ മായാഭിഹി മായാപ്രയോഗങ്ങളിലൂടെ ദിവം ആരുരുക്ഷന്തി സ്വർഗത്തിലേക്ക് കയറിക്കൂടുവാൻ കൊതിക്കുന്നത്, ഉത്സിസൃപ്സന്തി അതിനെയും മറികടന്ന് അപ്പുറത്തെത്താനും ആരാണോ ആശിക്കുന്നത്, താൻ അജ്ഞാൻ അത്തരത്തിലുള്ള അറിവുകെട്ട ദസ്യൂൻ കാട്ടുകള്ളന്മാരെ പൂർവസ്മാത് പദാദിച്ച് ആദ്യമുണ്ടായിരുന്ന സ്ഥാനത്ത് നിന്നുകൂടി അധഃ വിധുനോമി താഴോട്ട് തള്ളിവിട്ടേക്കും. അതായത് ഭഗവാനെ അറിയുക അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പോവുക എന്നതൊക്കെ മായാപ്രയോഗങ്ങളിലൂടെ സാധിക്കുന്നതല്ല. അതൊക്കെ നേരായ വഴിയിലൂടെ മാത്രം സാധിക്കുന്നതാണ്. അല്ലാത്തവർ അപ്പോഴിരിക്കുന്ന ആ പദത്തിൽ നിന്ന് പോലും താഴേക്ക് പോകും എന്നൊരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. 6-ാമത്തെ ശ്ലോകം. സോയം ദുർമായിനഃ തേ അദ്യ വജ്രേണ ശതപർവണ ശിരോ ഹരിഷ്യേ മന്ദാത്മൻ ഘടസ്വജ്ഞാതിഭിഹി സഹ. സഹ അഹം അങ്ങനെയുള്ള ഈ ഞാൻ, ദുർമായിനഃ ദുഷ്ടമായാവിയായ തേ ശിരഃ നിന്റെ ശിരസിനെ, ശതപർവണ വജ്രേണ 100 മുനയുള്ള വജ്രം കൊണ്ട്, അദ്യ ഹരിഷ്യേ ഇപ്പോൾ അറുത്തിടുവാൻ പോകുന്നു. ഹേ മന്ദാത്മൻ മൂഢാത്മാവേ, നിനക്ക് പേടിയുണ്ടെങ്കിൽ ജ്ഞാതിഭിഹി സഹ ഘടസ്വ നിന്റെ ഉറ്റവരോടുകൂടെ സംഘടിച്ചു നിൽക്കൂ. ഇതിനുത്തരമായി ബലി മറുപടി കൊടുക്കുന്നു. ബലിരുവാച. 7-ാമത്തെ ശ്ലോകം. സംഗ്രാമേ വർത്തമാനാനാം കാലചോദിത കർമ്മണാം കീർത്തിഃ ജയഃ അജയോ മൃത്യുഃ സർവേഷാം സ്യുഃ അനുക്രമാത്. കാലചോദിത കർമ്മണാം കാലശക്തിയുടെ പ്രേരണയാൽ കർമ്മത്തിനധീനരായി സംഗ്രാമേ വർത്തമാനാനാം യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്ന സർവേഷാം എല്ലാവർക്കും കീർത്തിഃ ജയഃ അജയഃ മൃത്യുഃ ചിലപ്പോൾ യശസ്സുണ്ടാകും, ചിലപ്പോൾ വിജയം, ചിലപ്പോൾ പരാജയം, ചിലപ്പോൾ മരണവും. ഇതിങ്ങനെ അനുക്രമാത് സ്യുഹു ക്രമാനുസൃതമായി സംഭവിച്ചേക്കാം. ഇവിടെ മഹാബലി ഒരു ഗീതാതത്വം പറയുകയാണ്. 8-ാമത്തെ ശ്ലോകം. തത് ഇദം കാലരശനം ജനാഹ പശ്യന്തി സൂരയഃ ന ഹൃഷ്യന്തി ന ശോചന്തി തത്ര യൂയം അപണ്ഡിതാഃ. തത് അക്കാരണത്താൽ സൂരയഃ ബോധവാന്മാരായ ജനാഹ ജനങ്ങൾ ഇദം ഈ ലോകജീവിതത്തെ കാലരശനം കാലനിയന്ത്രിതമായിട്ട് മാത്രം പശ്യന്തി കാണുന്നു. അവർ വിജയത്തിൽ ന ഹൃഷ്യന്തി ആഹ്ലാദിക്കുകയില്ല, ന ശോചന്തി പരാജയം വന്നാൽ ദുഃഖിക്കുകയും ഇല്ല. എന്നാൽ അത്തരം കാര്യങ്ങളിൽ തത്ര യൂയം അപണ്ഡിതാഹ നിങ്ങൾ ദേവന്മാർ അറിവില്ലാത്തവരാണ്. നിങ്ങൾക്ക് ഈ ജയിക്കുമ്പോഴേക്കും വലിയ ആഹ്ലാദം, തോൽക്കുമ്പോഴേക്കും നിങ്ങൾ അയ്യോ പൊത്തോന്നും പറഞ്ഞ് വീഴാനും പോകും. എന്നാൽ ഞങ്ങൾ അങ്ങനെയല്ല. അല്ലെങ്കിൽ മഹാബലി സ്വയമേവ പറയുന്നു, ഇതൊക്കെ യുദ്ധത്തിൽ സർവ്വസാധാരണമാണ്. അപ്പോൾ ഈ യുദ്ധം പോലെ തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതം. ചിലപ്പോൾ വിജയിക്കും, ചിലപ്പോൾ പരാജയപ്പെടും, ചിലപ്പോൾ അതിലൂടെ മൃത്യു വന്നെന്നു വരാം, എന്നാൽ ചിലപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കീർത്തി വന്നെന്നും വരാം. എന്നാൽ ഇതിലൊന്നും തളരുകയും ചെയ്യരുത്, അഹങ്കരിക്കുകയും ചെയ്യരുത്. അങ്ങനെയുള്ളവനാണ് പണ്ഡിതൻ എന്ന് മഹാബലി ഇന്ദ്രനെ ഉപദേശിക്കുകയാണ്. 9-ാമത്തെ ശ്ലോകം. ന വയം മന്യമാനാനാം ആത്മാനം തത്ര സാധനം ഗിരോവഹ സാധുശോച്യാനാം ഗൃഹീമോ മർമ്മതാടനാഹ. ഇങ്ങനെ യുദ്ധത്തിൽ കീർത്തിയും വിജയവും മറ്റും ഉണ്ടാകുന്നത് തൻ്റെ കഴിവുകൊണ്ടാണ് എന്ന രീതിയിൽ ആത്മാനം സാധനം മന്യമാനാനാം തൻ്റെ കഴിവാണെന്ന് കരുതി വരുന്നവരും അങ്ങനെയുള്ളവർ സാധുശോച്യാനാം സജ്ജനങ്ങളുടെ കണ്ണിൽ ശോചനീയന്മാരുമാണ്. നിങ്ങൾ അത്തരക്കാരാണ്. ഇങ്ങനെയുള്ള വഹ നിങ്ങളുടെ മർമ്മതാടനാഹ ഗിരഹ മർമ്മങ്ങളിൽ പ്രഹരിക്കുന്ന വാക്കുകളെ വയം ന ഗൃഹീമഹ ഞങ്ങൾ കാര്യമായെടുക്കുന്നില്ല. കാരണം
ഇവിടെ അസുരന്മാരെ പ്രത്യക്ഷത്തിൽ സഹായിക്കാൻ ആരുമില്ല. അവർ അവരുടെ ശൗര്യം കൊണ്ടാണ് ജയിക്കുന്നത്. എന്നാൽ പലപ്പോഴും ദേവന്മാർ അങ്ങനെയല്ല. അവിടെയെല്ലാം ഭഗവാന്റെ ഒരു ഇടപെടലുണ്ട്. എന്നാൽ ഭഗവാൻ ഇടപെട്ട് കഴിഞ്ഞാൽ ഈ ദേവന്മാർക്കൊരു വിചാരമുണ്ട്, ഇതെല്ലാം ഞങ്ങളുടെ കഴിവാണ് എന്ന്. അതിനെയാണ് ഇവിടെ മഹാബലി പരിഹസിച്ചത്. നിങ്ങൾ ഇതൊന്നും അർഹിക്കുന്നില്ല, എന്നിട്ടും നിങ്ങൾ ഞങ്ങളെ കളിയാക്കുന്നു, ഞാൻ ഇതിനൊന്നും മറുപടി തരാൻ പോകുന്നില്ല എന്ന് മഹാബലി പറയുകയാണ്. ശ്രീശുക ഉവാച 10ാമത്തെ ശ്ലോകം. ഇത്യാക്ഷിപ്യ വിഭും വീരോ നാരാചൈഹി വീരമർദ്ദനഃ ആകർണപൂരൈഹി അഹനത് ആക്ഷേപൈഹി ആഹതം പുനഃ. ഇങ്ങനെ വീരമർദ്ദനഃ, വീരന്മാരെ തകർക്കുന്ന ആ വീരനായ ബലി, ഇതി ഇപ്രകാരം വിഭും ആക്ഷിപ്യ ദേവേന്ദ്രനെ അധിക്ഷേപിച്ചു. അപ്പോൾ ആദ്യം ഈ അധിക്ഷേപമാകുന്ന ബാണങ്ങളാൽ ആഹതം, ദേവേന്ദ്രന്റെ മനസ്സിനെ മുറിവേൽപ്പിച്ചു. അതിനുശേഷം യഥാർത്ഥത്തിലുള്ള ബാണമെയ്യുകയാണ്. ആകർണപൂരൈഹി, കാതോളം ഞാൻ വലിച്ചു മുറുക്കി തൊടുത്തയക്കപ്പെട്ട നാരാചൈഹി, കൂരമ്പുകൾ കൊണ്ട് അഹനത് പ്രഹരിച്ചു. 11ാമത്തെ ശ്ലോകം. ഏവം നിരാകൃതോ ദേവോ വൈരിണ തഥ്യവാദിന ന അമൃഷ്യത് തദധിക്ഷേപം തോത്രാഹത ഇവ ദ്വിപഃ. തഥ്യവാദിന, സത്യഭാഷിയായ വൈരിണ, ശത്രുവായ മഹാബലിയാൽ, ഏവം നിരാകൃത, ഈ വിധം നിരാകരിക്കപ്പെട്ട ദേവഃ, ദേവേന്ദ്രൻ, തോത്രാഹത, തോട്ടികൊണ്ടു കുത്തിയ ദ്വിപഃ ഇവ, ആനയെപ്പോലെ, തദധിക്ഷേപം, ആ ശത്രുവിന്റെ നിന്ദാവചനത്തെ, ന അമൃഷ്യത്, കേട്ട് പൊറുത്തില്ല. ഇതൊരു ജീവിത പാഠമാണ്. നമ്മെ ബോധപൂർവം വേദനിപ്പിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മെ കുത്തി നോവിക്കാൻ വരുന്നവരോട് ഇങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്. ആദ്യം അവരുടെ ആ യോഗ്യതയെ, അവർക്ക് അതിനുള്ള യോഗ്യതയില്ല എന്ന രീതിയിൽ അവരെ അടിച്ചമർത്തുക, വാക്കുകൊണ്ട് അവരെ പറഞ്ഞു നിലംപരിശാക്കുക. എന്നിട്ട് പറയുക, ഇങ്ങനെയുള്ള നിന്റെ വാക്കിനെ ഞാൻ തെല്ലുപോലും വിലവയ്ക്കുന്നില്ല. ഇങ്ങനെയാണ് ഇത്തരം സ്വഭാവക്കാരെ നിലംപരിശാക്കേണ്ടത്. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും അയ്യോ ഞാൻ അങ്ങനെയാണോ എന്നും പറഞ്ഞ് വിഷമിക്കരുത്. നമ്മെ കുറ്റപ്പെടുത്താൻ ഈ ലോകത്ത് ഒരാൾക്കും അവകാശമില്ല. കാരണം നമ്മൾ എന്ത് കാര്യവും അതെന്തിന് ചെയ്തു, എങ്ങനെ ചെയ്തു, അതെന്തുകൊണ്ട് ചെയ്തു, ഇത് നമുക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ്. ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്തവരാണ് വന്ന് വിമർശിക്കാൻ നിൽക്കുക. അതുകൊണ്ട് അത്തരക്കാരെ അതേപോലെ അവഗണിക്കുകയാണ് വേണ്ടത്. ഇവിടെ ഇന്ദ്രന് എത്രമാത്രം ഈഗോ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. കാരണം മഹാബലി ഇത് പറഞ്ഞത് ഇന്ദ്രന് തീരെ സഹിച്ചില്ല. അപ്പോൾ തിരിച്ച് ആ വജ്രായുധം പ്രയോഗിക്കുകയാണ്. 12ാമത്തെ ശ്ലോകം. പ്രാഹരത് കുലിശം തസ്മൈ അമോഘം പരമർദ്ദനഃ സയാനോ ന്യപതത് ഭൂമൗ ഛിന്നപക്ഷ ഇവ അചലഃ. പരമർദ്ദനഃ, ശത്രുമർദ്ദനായ ഇന്ദ്രൻ, തസ്മൈ, അവന്റെ നേർക്ക്, അമോഘം, പാഴിലാകാത്ത, കുലിശം, വജ്രായുധത്തെ, പ്രാഹരത്, പ്രയോഗിച്ചു. സ യാനഃ, യാനം വിമാനം അല്ലെങ്കിൽ തന്റെ വാഹനം, തന്റെ വാഹനത്തോടുകൂടി മഹാബലി ഛിന്നപക്ഷഃ, ചിറകറ്റ, അചലഹ ഇവ, പർവ്വതം പോലെ, ഭൂമൗന്യപതത്, നിലത്ത് മറിഞ്ഞു വീണു. 13ാമത്തെ ശ്ലോകം. സഖായം പതിതം ദൃഷ്ട്വാ ജംഭോ ബലിസഖ സുഹൃത് അഭ്യയാ സൗഹൃദം സഖ്യുഹോ ഹതസ്യാപി സമാചരൻ. ബലിസഖ, മഹാബലിയുടെ കൂട്ടുകാരനും സുഹൃത്തുമായ ജംഭഃ, ജംഭാസുരൻ, പതിതം സഖായം ദൃഷ്ട്വ, മരിച്ചു വീണ തന്റെ കൂട്ടുകാരനെ കണ്ട്, ഹതസ്യ അപി, മഹാബലി വധിക്കപ്പെട്ടു എന്ന് മനസ്സിലായിട്ടും, സഖ്യുഹു സൗഹൃദം സമാചരൻ, ആ കൂട്ടുകാരനോടുള്ള തന്റെ മൈത്രീബന്ധത്തെ പ്രാവർത്തികമാക്കാൻ ഒരുങ്ങിക്കൊണ്ട് ഇന്ദ്രന്റെ നേർക്ക് അഭ്യയാത്, നേരിട്ട് ചെന്നു. മഹാബലിയെ വധിച്ചതിനുള്ള പകരം ചോദിക്കാനായിട്ട് ജംഭൻ നേരിട്ട് ചെല്ലുകയാണ്. 14ാമത്തെ ശ്ലോകം.
സഹ സിംഹവാഹ ആസാദ്യ ഗദാം ഉദ്യമ്യ രംഹസ ജത്രൗ അതാടയത് ശക്രം ഗജം ച സുമഹാബലഃ. മഹാബലനായ സഹ ആ ജംഭൻ ഗദാം ഉദ്യമ്യ ഗദയെ ഓങ്ങിപ്പിടിച്ച് സിംഹവാഹ സിംഹാരൂഢനായിട്ട് രംഹസ വേഗത്തോടെ ആസാദ്യ വന്നണഞ്ഞ് ശക്രം ഇന്ദ്രനെ ജത്രൗ അവിടെ തോളെല്ലിൽ അതാടയത് ആഞ്ഞടിച്ചു ഗജം ച ഒപ്പം തന്നെ ആനയെയും അടിച്ചു. 15-ാമത്തെ ശ്ലോകം. ഗദാപ്രഹാര വ്യഥിതോ ഭൃശം വിഹ്വലിതോ ഗജഃ ജാനുഭ്യാം ധരണീം സ്പൃഷ്ട്വാ കശ്മലം പരമം യയൗ. ഗദ കൊണ്ടുള്ള അടിയേറ്റ് ഗദാപ്രഹാര വ്യഥിതഃ വേദനിച്ച് ഭൃശം വിഹ്വലിതഃ ഏറ്റവും വിവശനായിത്തീർന്ന ഗജഃ ഐരാവത ഗജം ജാനുഭ്യാം തന്റെ കാൽമുട്ടുകളാൽ ധരണീം സ്പൃഷ്ട്വാ ഭൂമിയെ സ്പർശിച്ച് പരമം കശ്മലം യയൗ അത്യന്തമായ മോഹാലസ്യത്തെ പ്രാപിച്ചു. 16-ാമത്തെ ശ്ലോകം. തതോ രഥോ മാതലിന ഹരിഭിഃ ദശശതൈർവൃതഃ ആനീതോ ദ്യുപം ഉത്സൃജ്യ രഥം ആരുരുഹേ വിഭുഃ. തതഃ തൽക്ഷണം മാതലിന മാതലിയാൽ ദശശതൈഃ 1000 ഹരിഭിഃ അശ്വങ്ങളെ കൊണ്ട് വൃതഃ പൂട്ടിക്കെട്ടിയ രഥഃ ആനീതഃ രഥം കൊണ്ടുവരപ്പെട്ടു. വിഭുഃ ദേവേന്ദ്രൻ ദ്വിപം ആനയെ ഉത്സൃജ്യ കൈവിട്ടിട്ട് ആ രഥം ആരുരുഹേ രഥത്തിലേക്ക് കയറി. 17-ാമത്തെ ശ്ലോകം. തസ്യ തത് പൂജയൻ കർമ്മ യന്തുർദാനവസത്തമഃ ശൂലേന ജ്വലതാ തം തു സ്മയമാനഃ അഹനത് മൃധേ. ദാനവസത്തമഃ അപ്പോഴും ആ ജംഭൻ തസ്യ യന്തുഹു ആ സാരഥിയുടെ തത് കർമ്മ അത്തരത്തിലുള്ള പ്രവൃത്തിയെ പൂജയൻ ബഹുമാനിച്ചുകൊണ്ട് തന്നെ പക്ഷെ അവനെയും ആ സാരഥിയെയും തം തു ജ്വലതാശൂലേന ജ്വലിക്കുന്ന ശൂലത്താൽ മൃധേ യുദ്ധമധ്യത്തിൽ സ്മയമാനഃ പുഞ്ചിരി തൂകിക്കൊണ്ട് അഹനത് പ്രഹരിച്ചു. 18. സേഹേ രുജം സുദുർമർഷാം സത്വമാലംബ്യ മാതലിഃ ഇന്ദ്രോ ജംഭസ്യ സംക്രുദ്ധോ വജ്രേണ അപാഹരത് ശിരഃ. മാതലി സത്വം ആലംബ്യ മനോധൈര്യം അവലംബിച്ച് സുദുർമർഷാം രുജം അതിദുസ്സഹമായ ആ വേദനയെ സേഹേ സഹിച്ചു. സംക്രുദ്ധഃ ഇന്ദ്രഃ എന്നാൽ അത്യധികം കുപിതനായ ഇന്ദ്രൻ വജ്രേണ വജ്രം കൊണ്ട് ജംഭസ്യ ശിരഃ അപാഹരത് ആ ജംഭന്റെ ശിരസിനെയും കൊയ്തെടുത്തു എന്ന് പറയുന്നു. ആ ശിരസിനെയും അറുത്തുമാറ്റി. 19. ജംഭം ശ്രുത്വാ ഹതം തസ്യ ജ്ഞാതയോ നാരദാദ് ഋഷേഃ നമുചിഃ ച വലഃ പാകഃ തത്ര ആപേതുഃ ത്വരാന്വിതാഃ. ഋഷേഃ നാരദാദ് ദേവർഷിയായ നാരദനിൽ നിന്ന് ജംഭം ഹതം ശ്രുത്വ ജംഭാസുരൻ വധിക്കപ്പെട്ടതായി കേട്ടിട്ട് തസ്യ ജ്ഞാതയഃ അവന്റെ ബന്ധുക്കളായ നമുചിഃ വലഃ പാകഃ ച നമുചിയും വലനും പാകനും ത്വരാന്വിതാഃ ശീഘ്രതയോടെ തത്ര ആപേതുഃ അവിടേക്ക് ചാടി വീണു. 20. വചോഭിഃ പരുഷൈഃ ഇന്ദ്രം അർദ്ധയന്തോ അസ്യ മർമ്മസു ശരൈഃ അവാകിരൻ മേഘാഃ ധാരാഭിഃ ഇവ പർവതം. പരുഷൈഃ വചോഭിഃ കഠോരങ്ങളായ വാക്കുകളാൽ അസ്യ മർമ്മസു ഈ ഇന്ദ്രന്റെ മർമ്മങ്ങളിൽ അർദ്ധയന്തഃ നൊമ്പരം കൊള്ളിച്ചുകൊണ്ട് മേഘാഃ ധാരാഭിഃ മേഘങ്ങൾ വർഷധാരകളാൽ പർവതം പർവതത്തെ എന്ന പോലെ ഇന്ദ്രം ഇന്ദ്രനെ ശരൈഃ അവാകിരൻ ശരങ്ങളാൽ ചിതറിമൂടി. 21. ഹരീൻ ദശശതാന്യാജൗ ഹരിയശ്വസ്യ വലശരൈഃ താവദ്ഭിഃ അർദ്ധയാമാസ യുഗപത് ലഘുഹസ്തവാൻ. ആജൗ ആ യുദ്ധത്തിൽ ലഘുഹസ്തവാൻ ഹസ്തലാഘവമുള്ളവനായ വലഹ വലാസുരൻ
ഹര്യശ്വസ്യ ദേവേന്ദ്രന്റെ ദശശതാനി ഹരീൻ 1000 പച്ചക്കുതിരകളെ താവദ്ഭിഹി ശരൈഹി അത്രയും ശരങ്ങൾ കൊണ്ട് യുഗപത് അർദ്ധയാമാസ ഒരേ സമയത്ത് എയ്തു മുറിച്ചു. 22 ശതാഭ്യാം മാതലിം പാകോ രഥം സ അവയവം പൃഥക് സകൃത് സന്ധാനമോക്ഷേണ തദദ്ഭുതം അഭൂത് രണേ. പാകാസുരൻ പൃഥക് വെവ്വേറെ ശതാഭ്യ 100 വീതം ശരങ്ങളാൽ മാതലിയെയും സവയവം വിവിധ ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന രഥത്തെയും അർദ്ധയാമാസ എയ്തു മുറിച്ചു. ഇതെല്ലാം സകൃത് സന്ധാനമോക്ഷേണ ഒരേ സമയത്ത് തൊടുത്തുവിട്ടത് കൊണ്ട് രണേ തത് അദ്ഭുതമഭൂത് യുദ്ധത്തിൽ അതൊരു ആശ്ചര്യകരമായി ഭവിച്ചു. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ.